യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നമ്മുടെ അകത്ത് നമ്മൾ അറിയണം, പ്രതിഫലം തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്നിങ്ങനെ നമ്മൾ ആരാധിച്ചു, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. പ്രതിഫലമില്ലേ? സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എവിടെ? സ്വർഗത്തിൽ നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് യാക്കോബിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞൊരു കർത്താവുണ്ടെങ്കിൽ ഇന്ന് പകലൊരു നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷേ ഈ പ്രതിഫലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതിഫലത്തിൽ കടന്നു വരുന്നു, എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്താ പോകുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി മാറണം. ദൈവശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകത്തുള്ളൂ? അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകത്തുള്ളൂ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധയോടെ കേട്ടാട്ടെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ആരുടെ കരം കൂടെ വരണം? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യഹോവയുടെ കരം എൻ്റെ കൂടെ വരണമെങ്കിൽ, ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ചലിക്കപ്പെടണമെങ്കിൽ, ഞാനൊരു സാധാരണ വിശ്വാസിയോ സാധാരണ മനുഷ്യനോ ആണെങ്കിൽ വരത്തില്ല. എന്നിലൊരു വ്യത്യാസം എവിടെയൊക്കെയോ ഉണ്ടാക്കി തുടങ്ങണം. എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കപ്പെടണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി മാറണം. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാണ്. ഏലിയാവിൻ്റെ കൂടെയും ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടുത്തപ്പോൾ ആഹാബിൻ്റെ രഥത്തേക്കാൾ വേഗത്തിൽ ഓടുന്ന ഏലിയാവിനെ കാണാം. ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, നീ പോയി കടലിൽ പോയി നോക്കുക. അവിടെ ഒരു അത്ഭുതം കാണും. പല പ്രാവശ്യം പോയി നോക്കിയിട്ട് അവൻ പറഞ്ഞു, കണ്ടില്ല എന്ന് പറഞ്ഞു. 7 പ്രാവശ്യം പോയി നോക്കുക എന്ന് പറയുമ്പോൾ 7-ാമത്തെ പ്രാവശ്യം ഒരു കൈപ്പത്തി ഉയരുന്നത് കണ്ടെങ്കിൽ, ഇന്ന് ആത്മാവിനകത്ത് ഞാൻ പറയാം, ചില പ്രതിഫലങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ പോവുക. ചില പ്രതിഫലങ്ങൾ സ്വർഗം നിന്റെ കരങ്ങളിൽ തരാൻ പോവുക. ചില പ്രതിഫലങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. അല്ലെങ്കിൽ നീ ദൈവത്തെ വിശ്വാസത്തിൽ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകലിൽ യഹോവയുടെ കരം നിന്റെ കൂടെ ചലിക്കപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ ചില അത്ഭുതങ്ങളിലേക്ക് മാറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിനാൽ 2 കാര്യങ്ങൾ. നിന്റെ സമയത്തിന് കുറവുണ്ട് എങ്കിലും ഞാൻ പറയാം, യഹോവയുടെ കരം ആരുടെ കൂടെ വന്നു? യെഹെസ്കേലിന്റെ കൂടെ വരുന്നു. 2, അവന്റെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര, ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനു ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം. യഹോവയായ കർത്താവേ, അങ്ങ് അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കോണം, ആർക്ക് ആണ് മഹത്വം കൊടുത്ത് നിൽക്കുന്നത്? നിങ്ങൾ അറിയണം ആർക്ക് മഹത്വം കൊടുക്കണം. അപ്പം നമ്മളെ ശുശ്രൂഷകനായി ദൈവം വിളിക്കാം, പ്രവാചകനായി വിളിക്കാം, രോഗശാന്തി വരപ്രാപ്തനായി വിളിക്കാം. ദൈവം എങ്ങനെ നിങ്ങളെ വിളിച്ചാലും നിങ്ങളുടെ അകത്തുനിന്ന് ഒരു പുകഴ്ച, ഹലോ കേൾക്കുന്നോ? നിങ്ങളുടെ കഴിവുകൊണ്ടോ നിങ്ങളുടെ പ്രാപ്തി കൊണ്ടോ ആയി മാറരുത്, അവൻ്റെ കൃപയായി മാറണം. എന്നിട്ട് വായിച്ചേ. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു.
ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ചു കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു വന്നു. പിന്നെ അവൻ എന്നോട് അരുൾ ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥലത്തിൽ നിന്നും. ഇതിന്റെ ഇമ്പോർട്ടന്റ് വാക്യം 12-ാമത്തെ വാക്യം 11-12. ഞാനിത് കൊണ്ടുവന്നതിന് കാരണം, ദൈവ ശബ്ദം കേൾക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവം യെഹെസ്കേലിനോട് സംസാരിക്കുന്നു. യെഹെസ്കേൽ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ ഇവിടെ വെളിപ്പെടുത്തുന്നു. 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, പിന്നെ ദൈവം അവനോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹത്തെയും ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക്. ഇന്ന് നിങ്ങളുടെ അകത്തറിയുന്നുണ്ടോ, നാളുകൾ കൊണ്ട് പ്രാർത്ഥനയിലൊക്കെ ഇരുന്നു, നാളുകൾ മുന്നോട്ട് പോകാൻ തുടങ്ങി, പക്ഷെ പ്രത്യാശകളൊക്കെ എവിടെ നിന്നിരിക്കുക? പ്രത്യാശകൾ മുഴുവനും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ആത്മാവിനകത്ത് ഞാൻ ദൂത് വിളിച്ചു പറയാൻ പോവാ. അല്ലെങ്കിൽ ഇവിടെ പറയുന്നു, അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഭംഗം വന്നിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ തീരെ. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയിട്ടുണ്ടോ? ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ടോ? തലമുറകളെക്കുറിച്ച് കണ്ണുനീരൊഴുക്കുന്നുണ്ടോ? നിന്റെ വാതിൽ അടഞ്ഞെന്ന് പറയുന്നുണ്ടോ? സ്വർഗം നിന്നോട് പറയുക, നിന്നെ അവിടെ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാവുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലിൽ അറിയണം, എവിടെ നിന്നോ തകരപ്പെട്ടോ അവിടെ നിന്ന് ഉയർത്തുവാൻ കഴിയുമുള്ള, എവിടെ തീർന്നു പോയെന്ന് ജനം പറയുന്നു അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന, എവിടെ നഷ്ടപ്പെട്ടെന്ന് പറയുന്നു അവിടെ നിന്ന് തിരിച്ചു തരുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തെ വിളിച്ചു പറഞ്ഞ പ്രതിഫലം തരുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രതിഫലത്തെ തരുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട്. പ്രതിഫലത്തെ തരുന്ന നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന, വെട്ടുക്കിളിയെ തുള്ളനെ തിന്ന് മുടിച്ചതിനെ മടക്കി തരുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. അവൻ തന്നെ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ തന്നെ അത്ഭുതത്തിന്റെ ദൈവം, അവൻ തന്നെ വിടുതലിന്റെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പ്രതീക്ഷിക്കുന്നു പഴയതെല്ലാം മടങ്ങി വരാൻ പോകുന്ന എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട്? പഴയ ആരോഗ്യം മടങ്ങി വരാൻ പോവുക, പഴയ സമ്പത്തുകൾ മടങ്ങി വരാൻ പോവുക, പഴയ ശുശ്രൂഷകൾ മടങ്ങി വരാൻ പോവുക. പഴയതെല്ലാം മടങ്ങി വരാൻ പോവുക. നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥത വരാൻ പോവുക, നിന്റെ ഭവനത്തിനകത്ത് സമാധാനം വരാൻ പോവുക, നിന്റെ സ്വാമി ഭവനത്തിന് ആനന്ദം വെളിപ്പെടാൻ പോവുക, നിന്റെ കണ്ണുനീര് മാറാൻ പോവുക. ആകാശത്തിന്റെ കീഴിൽ ഒരു റൈറ്റ് ടൈം ഉണ്ടെങ്കിൽ ഇന്നതിന്റെ സമയമാണെന്ന് ഇന്ന് കേൾക്കുന്ന സദ്വർത്തമാനായി മാറാൻ പോവുക. ഇന്ന് കേൾക്കാൻ പോകുന്നത് അത്ഭുതത്തിന്റെ വാർത്തയാകുമെന്ന് വിശ്വസിക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയാ. ദൈവത്തിൽ നിന്നൊരു വലിയ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ചില ആവശ്യങ്ങളുടെ മുന്നിലൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും, മക്കളെ ദൈവം എല്ലാം ചെയ്യും കേട്ടോ, ധൈര്യപ്പെട്. പക്ഷെ ഈ പറഞ്ഞേച്ച് നമ്മളങ്ങ് മാറുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുന്നുണ്ട് ചില കാര്യങ്ങളിൽ.
എന്നാൽ ദൈവം പറയുവാണെങ്കിൽ വ്യാകുലപ്പെടണ്ട. ആമേൻ. ഞാൻ പറഞ്ഞാൽ വ്യാകുലപ്പെടേണ്ടി വരും, പക്ഷെ സ്വർഗം പറഞ്ഞാൽ വ്യാകുലപ്പെടണ്ട. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? സ്വർഗം നിന്നോട് പറയുക, സ്വർഗം നിന്നോട് പറയുക, ആഴത്തിൽ വലയിറക്കാൻ നിന്നോട് പറഞ്ഞാൽ ഇന്ന് പകലിൽ ഒരു അത്ഭുതം എൻ്റെ പുറകിലുണ്ട്. ഇന്ന് പകൽ നീ ചൂണ്ടയെടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു അത്ഭുതമുണ്ട്. ഇന്ന് പകൽ നയനിലെ വിധവയുടെ വീടിനകത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതമുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെട്. ലാസറിന്റെ ഭവനത്തിൽ വന്നത് കണ്ണുനീര് കാണുവാനല്ല, കണ്ണുനീർ ആനന്ദ കണ്ണീരാക്കാനാണെങ്കിൽ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തു. അവൻ വന്നത് അത്ഭുതം ചെയ്യുവാനാ, അവൻ വന്നത് വിടുവിക്കുവാനാ, അവൻ വന്നത് പുതുവഴി തുറക്കുവാനാ, അവൻ വന്നത് അത്ഭുതത്തിന് വഴിയാണ്. വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ പകലിൽ അങ്ങനെ സംഭവിക്കട്ടെ. അത് സംഭവിക്കുന്നതിനാ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അകത്തോട് ഇനി ഞാൻ കൊണ്ടുവരാൻ പോവാ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നാലും, നിങ്ങളുടെ വിശ്വാസത്തിനകത്തു നിങ്ങളൊരു വേറൊരു മേഖലയിലേക്ക് മാറിയാലും, ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ ഉറപ്പിക്കണം. നമ്മുടെ അകത്തുനിന്ന് വരുന്ന ചില വാക്കുകൾ ശാപവും അനുഗ്രഹവും നാവിൻ്റെ മേൽ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിലതിനെ വിളിച്ചു വരുത്തും, ചിലതിനെ അനുഗ്രഹത്തെ വിളിച്ചു വരുത്തും. ശാപവും അനുഗ്രഹവും ഒരു വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പൊ നമ്മുടെ അകത്തറിയണം, ദൈവവുമായുള്ള ബന്ധത്തിൽ ഉറപ്പിക്കുന്ന എന്നതായിരിക്കണം? വിശ്വാസമായിരിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസം ആരിലുള്ളത്? ആരിലുള്ള വിശ്വാസം? നിങ്ങൾ ഇത്രയും നേരം ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ആരിലുള്ള വിശ്വാസത്താലാ? ദൈവത്തിലുള്ള വിശ്വാസം. പ്രതിസന്ധികൾ എന്തു വന്നാലും വിശ്വാസത്തെ വിട്ടുകളയല്ലേ. പ്രതികൂലത്തിന്റെ കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരാം, ചിലപ്പോൾ തകർന്നു പോകുന്നൊരവസ്ഥയ്ക്കകത്ത് വരാം. കഴുകൻ തന്റെ കൂടിളക്കും, ആ കൂട് കെട്ടിയിരിക്കുന്ന കമ്പുകൾ എടുത്തു കളയും, ആ കമ്പിനെ കുലുക്കും, ആ കുഞ്ഞുങ്ങൾ താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ താഴെ ഇരിക്കുന്ന പാറക്കെട്ടിൽ തല്ലി ചത്തുപോകാൻ സാധ്യതയുണ്ട്. താഴേക്ക് വരുമ്പോൾ അത് വിചാരിക്കും, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോവുക, എന്നെ സ്വാമി തള്ളിയിട്ട് കളഞ്ഞു, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ച് അവസാന നിമിഷങ്ങൾ എണ്ണുമ്പോൾ ഒരു ചിറക് അടിയിൽ കൂടെ വന്ന് പറന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്ന പോലെ ഇന്ന് തകർച്ചയിലേക്ക് പോകുവാനല്ല, ഉയർച്ചയിലേക്ക് പോകാൻ ഒരു ദൈവത്തെ ഞാൻ വിളിക്കുന്നത്. നീ തകർന്നു പോകുമെന്ന് പറയുമ്പോൾ ലോകം നോക്കി നിന്നോട് പറയൂ, നീ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന്, ഇനി ഉയരത്തില്ലെന്നും പറയുന്നവർ, അവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. നിന്നെ കുറിച്ച് ദേശത്ത് പറഞ്ഞവരെ അല്ല ഞാൻ പറയുന്നത്, അവരുടെ മധ്യത്തിൽ നടക്കുമാറാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിന്നെ നിന്ദിച്ചവരെ, നിന്നെ പരിഹസിച്ചവരെ, നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരെ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ നിർത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരാധിക്കുന്നവൻ, ഞാൻ വിശ്വസിക്കുന്നവൻ ഇന്ന് നമ്മുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. അതുകൊണ്ട് എന്ത് പറയണം? എന്താ പറയുന്നേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസം അകത്ത് വരണം. എന്നതാ വിശ്വാസത്തിനകത്ത് ഉറക്കണ്ടേ? അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ, 11-ന്റെ 6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന് മനസ്സലി ഉണ്ടാകണം. ആരെ വിശ്വസിക്കണം? എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഒരു മനുഷ്യനോട് ചോദിക്കുക, ഒരു 10,000 രൂപ എനിക്കൊരു വായ്പ വേണം. എനിക്ക് ആ മനുഷ്യനിൽ എന്തുണ്ട്? വിശ്വാസം ഇല്ല? ചോദിക്കുമോ? വിശ്വാസം എനിക്കുണ്ട്. ആ മനുഷ്യനോട് ചോദിച്ചാൽ എനിക്ക് തരും, നിശ്ചയമായി തരും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്.
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, തൻ്റെ സ്നേഹിതന് വേണ്ടി അപ്പത്തെ ചോദിക്കാൻ പോയ ഒരു മനുഷ്യനെ കാണാം. വാതിക്കൽ ചെന്ന് മുട്ടി. വാതിക്കൽ ചെന്ന് മുട്ടും പറഞ്ഞു, ഇത് അകത്തുനിന്നൊരു സന്ദേശം പുറത്തോട്ട്, ഇത് അർദ്ധരാത്രിയാണ്, പൈതങ്ങൾ എൻ്റെ കൂടെ കിടന്നുറങ്ങുകയാണ്, വാതിൽ അടച്ചിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞില്ല, നീ ചോദിച്ചത് ഇല്ലെന്നൊരു വാക്കില്ല. അവൻ സ്നേഹിതനായോണ്ട് ലജ്ജ കൂടാതെ വീണ്ടും മുട്ടുകയാൽ അവൻ വാതിൽ തുറന്ന് അവൻ വേണ്ടുവോളം കൊടുത്തതിൻ്റെ കാരണം അവൻ ഈ സ്നേഹിതനെ അറിയാവുന്നുള്ളതാ. അവൻ ഈ സ്നേഹിതനെ അറിയാവുന്നുള്ളതാ. ഇന്ന് പകലറ നിനക്ക് ഈ കർത്താവിനെ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം ആരാന്നറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ ദൈവം ആരാന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് പകൽ നിന്റെ ആരാധന വെളിപ്പെടാൻ തുടങ്ങിയാണ്. ഓ, ദൈവസന്നിധിയിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. എൻ്റെ ദൈവം ഇല്ലെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ഒരു ദൈവമാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവാണെങ്കിൽ ഇവിടെ പറയുന്ന വാക്ക് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അപ്പൊ എന്തു വേണം നിങ്ങളുടെ അടിസ്ഥാനം? വിശ്വാസം നിങ്ങളുടെ അകത്ത് വരണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇത്രയും സംഭവം ആരുടെ അകത്ത് കയറണം? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ആമീൻ. ദൈവത്തിൻ്റെ അരികിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അവൻ പ്രതിഫലം തരുന്നൊരു ദൈവമാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, ആമേൻ. അകത്ത് വിശ്വസിക്കുന്ന, അവനെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിന് അടുത്ത് വരുന്നവർക്ക് മാത്രമല്ല, അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചാലും കുഴപ്പമില്ല. എല്ലാവരോടും ഒന്ന് വായിച്ചേ. എന്നാൽ വായിച്ചു, എല്ലാവരും ബൈബിൾ തുറന്ന് വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്ക് പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല? ആർക്ക് എന്തുണ്ടാകണം? ആരിലുണ്ടാകണം? ദൈവത്തിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടാകണം. എൻ്റെ വിഷയത്തിൻ്റെ മുകളിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് ആരാദ്യം വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ. എന്നിട്ട് കഴിയുന്നതല്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ വിശ്വാസം ഉറപ്പിക്കണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വിശ്വാസത്തിനകത്ത് ഉറച്ചെങ്കിൽ മാത്രമേ വാതിലുകളെ ദൈവം തമ്പുരാൻ തുറക്കുള്ളൂ. എന്നിട്ട് അകത്ത് മനസ്സിലാകുന്നെങ്കിൽ സദൃശവാക്യത്തിലേക്ക് ഇത് പെട്ടെന്ന് വന്നേ. സദൃശവാക്യം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. സദൃശവാക്യം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. കണ്ടോ? ഒരുത്തൻ വാരി വിതറിയിട്ട് വർദ്ധിച്ചു വരുന്നു. ഒരുത്തൻ വാരി വിതറുക. ഇവന്റെ അകത്ത് എന്നാ ഉണ്ട്? പ്രതിഫലം തരുന്ന ഒരുവനെ അറിയാം. പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ ഇവനറിയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വോത്രകാഴ്ചയ്ക്ക് പോകറ്റി കിടന്ന് ഞെരടുന്നത് കണ്ടിട്ടില്ലേ? എത്ര നേരം നിരടിയിട്ട് അതിനകത്തുനിന്ന് ഒരു ചെറുതിനെ എടുത്ത് ഒരുന്ത് പാടുപെട്ടിടുന്നേ. ഇവിടെ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചേ. ഇവിടെ പറയുന്ന വാക്കിന് ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. അവന് വർദ്ധിച്ചു വരുവാ. വിതച്ചവന് വലിയൊരു കൊയ്ത്ത് കൊടുക്കുക. എന്നിട്ട് മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും കണ്ടോ, ഇതെല്ലാം സമ്പാദിച്ചു വെച്ചിട്ട് ഒത്തിരി ഞെരടി കൊടുത്തവന് അവൻ്റെ ഞെരുക്കം എന്ത് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനം, ഞാൻ പൈസ വിടുന്നതിൻ്റെ കാര്യമല്ല പറഞ്ഞേ. ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാവോ? ദൈവസന്നിധിയിൽ വിതച്ചവൻ കൊയ്ത്തിനെ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധി നിൽക്കുന്നവൻ ഒരു കൊയ്ത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടിയിട്ടുണ്ട്, ഒരു കൊയ്ത്ത് കാണണം. നിങ്ങൾ ചെയ്യുന്നത്
ദൈവസഭയ്ക്കെന്നുള്ളതല്ല, ദൈവത്തിനെന്ന പോലെ ചെയ്യാനാ പറഞ്ഞേ. നിങ്ങളെ ദൈവം എവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം എടുത്തേ. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. വെളിച്ചം വായിച്ചു. വെളിച്ചം 1:5. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിന് അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എവിടെ വസിക്കുന്നേ? ഞാനിതൊന്നൊന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നേ. നിങ്ങൾ എവിടെ വസിക്കുന്നേ? വെളിച്ചത്താ. നിങ്ങളിൽ ഇരുള് ഒട്ടുമില്ല. ഇരുളുണ്ടായിരുന്നു, ഇല്ലായിരുന്നോ? ഇരുളിനകത്താ വസിച്ചേ. പക്ഷെ ഇപ്പം നിങ്ങൾ ആരിലാ വസിക്കുന്നേ? എന്നിൽ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നാ അധിക ഫലം കായ്ക്കും. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്നത്രേ. അപ്പൊ ഞാൻ യേശുവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കത്തില്ല. ഞാൻ ആരിൽ വസിക്കണം? യേശുവിൽ വസിക്കണം. എങ്ങനെ? വിശ്വാസത്താൽ ഞാൻ ഫലത്തിലേക്ക് വരും. എന്നിൽ ഇരുളില്ല, യേശുവിൽ എന്തില്ല? ഇരുളില്ല. ഇരുളില്ല. ഇപ്പൊ ഞാൻ ആരില വസിക്കുന്നേ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ശനിയാഴ്ച ദിവസം എല്ലാവർക്കും വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൊരാളൊരു നല്ല ഭവനം വെച്ചാൽ ഇവിടുത്തെ പ്രാർത്ഥന നിന്നു പോവോ? എന്തുകൊണ്ട്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ഇഷ്ടമാകണം. ആരോട് അസൂയയില്ല. പടക് നിറച്ച് മത്സ്യത്തെ കിട്ടിയപ്പോൾ പത്രോസിന്റെ കണ്ണന് ആശ്ചര്യമുണ്ടായി. എന്ന കർത്താവിന് അവനോട് അസൂയ തോന്നിയില്ല. തോന്നാഞ്ഞതിൻ്റെ കാരണം അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനായോണ്ടാ. ആ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് എന്നെ വിളിച്ചെന്ന് ബോധ്യമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച അനേകർ അനുഗ്രഹിക്കപ്പെട്ടു, അനേകരുടെ വഴികൾ തുറന്നു, നിന്ദകൾ മാറിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. ഒരസൂയയില്ല, ഒന്നുമില്ല. കാരണം ക്രിസ്തുവിൽ വെളിച്ചം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കും? വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ എന്ത് ചെയ്തില്ല, നിങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ നടത്തിപ്പ് നിങ്ങളുടെ അകത്ത് വന്ന് ദൈവത്തിന്റെ വിശ്വാസമുണ്ടെങ്കിൽ ഒരു ഇരുളിനും നിന്നെ പിടിക്കുവാൻ പറ്റത്തില്ല. കാരണം ആരുടെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായുണ്ട്? കർത്താവിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന. അതുകൊണ്ട് നിങ്ങളുടെ അകത്തറിയണം. നിങ്ങളുടെ അകത്ത് എന്തറിയണമെന്നറിയോ? എബ്രായ ലേഖനം 11:6 നിങ്ങളുടെ അകത്ത് വരണം. എബ്രായ ലേഖനം 11:6 ഉണ്ടോ? പോ. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അനുഗ്രഹമാകണമെങ്കിൽ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ, ഇതാർക്ക് ഞാൻ ചെയ്യുന്നു? എന്നിൽ ഇരുളില്ലാത്തത് കൊണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ആയതുകൊണ്ട്, ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. എന്തിലും നിങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രതിഫലം. ഞാൻ ഓടുന്നതിന് ഒരു പ്രതിഫലമുണ്ട്. ഞാൻ രാത്രി 12-1 മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലമുണ്ട്. എന്നെ രാത്രി 12 വിളിക്കുമ്പോഴും പെട്ടെന്ന് അവൈലബിളാണ്. ഞാൻ പ്രാർത്ഥനയായിരിക്കും സമയം. ഇതിൻ്റെ പുറയിൽ എന്താ ഉണ്ടേ? ഒരു പ്രതിഫലത്തെ കണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യം പെട്ടെന്ന് വന്നു. വെളിപ്പാട് പുസ്തകം 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം. ആര് പറയുക? യേശു പറയുക, ഇതാ ഞാൻ എന്ത് ചെയ്യുന്നു? വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ. അപ്പൊ നമ്മൾ ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുവാൻ പറ്റത്തില്ല. നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം നിനക്ക് വരും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്ത് ഇവിടെ പറയുന്നു? ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക്, നമ്മൾ ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലമൊക്കെ എന്തോ ആര് തരുവുള്ളൂ? നീ ഒരുത്തരുടെ പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 പേര് നിനക്കിട്ട് പണി തരും. അതും ഒരു പ്രതിഫലമാണ്. വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട്
കണ്ട ദൈവദാസന്മാർക്കും അവർക്കും ഇവർക്കും എതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളം ഇത് തിരിച്ചു വരാൻ പോവുക. പ്രതിഫലം ഇതിൽ മാത്രമല്ല, സമ്പത്തിൽ മാത്രമല്ല, എല്ലാത്തിലും പ്രതിഫലമുണ്ട്. ഇത് കർത്താവ് പറയാ, ഞാൻ എന്ത് ചെയ്യാ, വേഗത്തിൽ വരുന്നു, ഓരോരുത്തരും പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ദൈവത്തെ ആരാധിച്ച പ്രതിഫലമുണ്ടോ? വിശ്വസിക്കുന്നുവോ? ദൈവത്തിന് വേണ്ടി നീ കൊടുത്തതൊന്നും ചെയ്തതൊന്നും നഷ്ടമാകത്തില്ല, അവൻ എഴുതിയിട്ടിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി എന്തു നിൽക്കുന്നോ അതിനൊരു പ്രതിഫലമുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം എടുത്തി, 1 ശമൂവേൽ 17-ാം അധ്യായം, 1 ശമൂവേലിന്റെ 17-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, 17-24. അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു അവന്റെ മുമ്പിൽ നിന്നും ഓടി. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ എന്ത് ചെയ്തു? ഏറ്റവും ഭയപ്പെട്ടു, അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാറേ 25. ഇസ്രായേലിയർ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഇവനെ കൊല്ലുന്നവന്, ഈ ലോകത്തിൽ നടക്കുന്ന സംഭവം, ഇവനെ കൊല്ലുന്നവന് ആര് പ്രതിഫലം കൊടുക്കുമെന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്നാറേ ഇസ്രായേലിൽ പറഞ്ഞു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്ന പ്രതിഫലത്തിലേക്ക് വരുക. ഇവനെ ആരെങ്കിലും കൊല്ലുന്നുവെങ്കിൽ രാജാവ് മഹാസമ്പന്നനാക്കുകയും അവനെ രാജാവ് എന്ത് ചെയ്യാൻ പോവാ? പ്രതിഫലമാണോ? പ്രതിഫലമുണ്ടോ? പ്രവർത്തിക്ക് പ്രതിഫലം വരുന്നുണ്ടോ? ഇവിടെ പറയുന്നു, അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കരമൊഴിവ് കൊടുക്കുകയും. അപ്പം പ്രവർത്തിക്ക് എന്തുണ്ട്? ഈ ഭൂമിയിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. അപ്പോൾ 26 വായിച്ചു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? കണ്ടോ, പുള്ളിക്കാരനൊരു ചോദ്യം ദാവീദ് ചോദിക്കുക, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിന്റെ നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ പുള്ളിക്കാരൻ ചോദിക്കുക, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ ഈ അഗ്രചർമ്മി ആരാണ്? ആരിതിനാ? ദാവീദ് എന്ത് കാണുന്നു? പ്രതിഫലം കാണുന്നു. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദാവീദ് എന്ത് കാണുന്നുണ്ട്? പ്രതിഫലം കാണുന്നുണ്ട്. ദൈവത്തിനെതിരായി നിൽക്കുന്നവനെതിരായി ചലിക്കണമെങ്കിൽ അതിനപ്പുറം കാണുന്നു. പ്രതിഫലം കണ്ട് തന്നെ ദാവീദ്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദൈവസന്നിധി വരുന്ന നിൽക്കുന്നവന്, വിശ്വസ്തയോടെ നിൽക്കുന്നവന്, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവന്, പ്രവൃത്തി ചെയ്യുന്നവന് ഒരു പ്രതിഫലം ദൈവം തരും. ഒരു പ്രതിഫലം ദൈവം തരും. ഒരു പ്രതിഫലം ദൈവം തരും. എത്ര പേര് ആമീൻ പറയുന്നത്? നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രതിഫലം വരും. ആമേ. എത്ര പേര് ആത്മാവിനകത്ത് നിറഞ്ഞു പറയുന്നത്? ഒരു പ്രതിഫലം. ആമീൻ. നീ ഓടിയതിന്, നീ നടന്നതിന്, നീ പറഞ്ഞതിന്, നീ സുവിശേഷം പറഞ്ഞതിന്, അനേക വീടുകളിൽ കയറിയിറങ്ങിയതിന്, നീ ട്രാക്ട് കൊടുത്തതിന്, ആമീൻ, കർത്താവിന് വേണ്ടി നിന്നതിന് ഒരു പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയുന്നു, എനിക്കൊരു പ്രതിഫലം നിശ്ചയമായിട്ടുണ്ട്. ഇത് പുതിയ നിയമത്തിനകത്തുണ്ടോ? അല്ലോ, ഞാൻ പറഞ്ഞു വന്ന പഴയ നിയമമല്ലേ? പുതിയ നിയമത്തിനകത്ത് ഇതുണ്ടോ? മത്തായിയുടെ സുവിശേഷം എടുത്തേ, 19-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, 19-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. ഇത് പ്രതിഫലമാണോ? അല്ലു, എന്നോടുണ്ടോ? പത്രോസ് ചോദിക്കുക. പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇതാ കാര്യം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എത്ര പേര് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്? അല്ലോ, അതോ പുഴുവാണേ തുരുമ്പാണേ ഇങ്ങനൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറയുന്ന എത്ര പേരിനകത്തുണ്ട്?
ആരാഗ്രഹിക്കുന്നുണ്ട് പ്രതിഫലം? പത്രോസ് ചോദിക്കുക, സകലവും വിട്ടിറങ്ങിയ ഞങ്ങൾക്ക് എന്നാ പ്രതിഫലം? അബ്രഹാം ചാർച്ചക്കാരെ പിതൃഭവനം വിട്ടിറങ്ങിയ അബ്രഹാമിനോട് ദൈവം പറയുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറ തരാം, എൻ്റെ പ്രതിഫലം. ഇന്ന് പകലറിഞ്ഞു ഇതിൻ്റെ പ്രതിഫലമുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് ഒരു പ്രതിഫലമുണ്ട്. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് ഒരു പ്രതിഫലമുണ്ട്. ഇന്ന് പകൽ വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണെങ്കിൽ, നീ നിൽക്കുന്ന നിപ്പ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണെങ്കിൽ, നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ട പ്രതിഫലം ലഭിക്കപ്പെടും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആർക്കും തടയാൻ മേലാത്ത പോലെ ദൈവം നിനക്ക് പ്രതിഫലം തരും. ആർക്കും തടയാൻ മേല, ആർക്കും നിഷേധിക്കാൻ മേലാത്ത പോലെ ഒരു പ്രതിഫലം തരുന്നൊരു ദൈവം. നീ ഒന്ന് ഓടുമ്പോ നിന്നെ കുറിച്ച് പലതും പറയും, നീ നടക്കുമ്പോ നിന്നെ കുറിച്ച് അപവാദം പറയും. പറയുന്നവർ പറയട്ടെ, നിനക്കുള്ള പ്രതിഫലം സ്വർഗം തരാൻ പോവാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നീ ഓടിയത് നഷ്ടമാകത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്ത് ആമേ പ്രതിഫലം നോക്കിയാൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രതിഫലം എല്ലാവർക്കും ഉണ്ടല്ലേ? പ്രതിഫലമുണ്ട്. എന്നിട്ട് പറയും, യേശു അവരോട് പറയുന്ന കാര്യങ്ങൾ കേട്ടു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ എന്നെ ഏത് വിട്ടേച്ചാ? ഹലോ, സകലവും എന്നൊരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണേ. സകലവും വിട്ടിട്ടുണ്ടോ എന്ന് ഓർത്തോണം. ഇടയ്ക്ക് ചാടി കൊച്ചിനെ മുക്കിനും ഞായറാഴ്ച വിട്ട് അവിടെ ഇവിടെയൊക്കെ പോകും ഓർത്തണം. ചിലതൊക്കെ വിടാൻ ഇനി ഇരിപ്പുണ്ട്. ശകലം വിടാനല്ല ദൈവം പറഞ്ഞേ. ശകലം വിട്ടെങ്കിൽ ബാക്കി അവിടെ ഇരുന്നോട്ടെന്നല്ല. സകലവും വിട്ടവൻ അവൻ അനുഗ്രഹവും, അവനെ തമ്പുരാൻ ഉയർത്തും. ഇവിടെ എന്നിട്ട് പറയും, യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ എന്നെ പിന്തുടരുന്നവർ നിങ്ങൾ പുനർജനനത്തിൽ വീണ്ടും ജനനത്തിൽ പുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. പ്രതിഫലം എവിടുത്തെ പ്രതിഫലം? ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്കുള്ള പ്രതിഫലം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ടെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് 29, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും പ്രതിഫലമുണ്ടോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ആമീൻ 1 മടങ്ങല്ല 100 മടങ്ങായി മടക്കി തരുന്ന ഒരു ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ കയ്യിൽ നിന്ന് പോയത്, നീ ഓടിയതും വിധാവല്ല കുഞ്ഞെ. നിനക്ക് ഈ ഭൂമി വെച്ച് തന്നെ ദൈവം ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ഈ ഭൂമി വെച്ച് തന്നെ നീ വായ്പ വാങ്ങുന്നവനല്ല, നീ വായ്പ കൊടുക്കുന്നവനായിത്തീരും. നീ വാലല്ല, നീ തലയായിത്തീരും. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകല് വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. നിന്റെ നടപ്പ് ക്രിസ്തുവിന് യോഗ്യമാണെങ്കിൽ, നിന്റെ എടുപ്പ് ക്രിസ്തുവിന് യോഗ്യമാണെങ്കിൽ, ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിനക്കൊരു പ്രതിഫലം സ്വർഗം വെച്ചിട്ടുണ്ട്. നിന്റെ നാവ് കൊണ്ട് അപവാദം പറഞ്ഞ് നടന്നാൽ അതിൻ്റെയും പ്രതിഫലമുണ്ട് കേട്ടോ. ഇതിന് അപ്പുറം കിടപ്പുണ്ട് ഒരെണ്ണം കൂടെ. ആണോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് ദൈവം പറഞ്ഞു, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് 14-ാമത്തെ വാക്യം വരെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു. അത് മുഴുവൻ അനുഗ്രഹത്തെ കുറിച്ചാണ്. അതിനുശേഷം പറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു, ഇതിന് മറുവശം ഉണ്ടെന്ന്. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെ അനുഗ്രഹവും ശാപവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഓടുക, പ്രതിഫലം വരുക. അപ്പൊ ഇവിടെ എന്നാ പറഞ്ഞത്? നീ എന്നൊക്കെ വിട്ടുകളഞ്ഞപ്പോ എന്റെ നാമനിമിത്തം ആരെ സ്നേഹിച്ചതുകൊണ്ട്? ദൈവത്തെ സ്നേഹിച്ചോണ്ട് പറയാ, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. 100 മടങ്ങ് സ്വർഗം മടക്കി തരും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ, അവൻ നിത്യജീവനെയും അവകാശം. കാരണം അവർക്ക് പറഞ്ഞിരിക്കുക, കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവർക്ക് എവിടെ ഉണ്ട്? നിത്യജീവൻ ദൈവം ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ പൗലോസ് പറയുന്നത് 2 തീമോത്തിയോസിലേക്ക് വന്നേ. 2 തീമോത്തിയോസ് 4-ാം അധ്യായം, 2 തീമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം.
ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികയ്ക്കും, ഏത് കാക്കും? വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും സ്വർഗത്തിലും ഒരു പ്രതിഫലം ഉണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതം. ഇവിടെ ചെയ്യുന്ന സകല പ്രവൃത്തിയുടെ പ്രതിഫലം സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ നിന്റെ നിൽപ്പിനകത്ത് ഞാൻ പറയാം, നീ ഇന്ന് കാണുന്ന പോലല്ല സ്വർഗം നിന്നെ മാനിക്കാൻ പോകുന്നത്. ഇന്ന് കാണുന്ന അവസ്ഥയല്ല, ഇന്ന് കാണുന്ന കണ്ണുനീരല്ല, ഇന്ന് കാണുന്ന കഷ്ടതയല്ല, ഇന്ന് കാണുന്ന നിന്നയല്ല, അതിനപ്പുറം ദൈവം നിനക്ക് വേണ്ടി ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്നെ പരിഹസിച്ചവരെ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിനകത്തൂടെ നടത്തുന്ന ഒരു കാലം നിനക്ക് വിദൂരമല്ല. അത് നിന്റെ അരികിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി നീ വില കൊടുത്തവരാണ്. സ്വർഗം നിനക്ക് വില തരിക തന്നെ ചെയ്യും. നീ വില കൊടുത്തിറങ്ങിയവനാണെങ്കിൽ, യേശു എന്നെ വിളിച്ചത് വില കൊടുത്താണെങ്കിൽ, ഇന്ന് ഞാൻ നിൽക്കുന്നത് വില കൊടുത്താണെങ്കിൽ, ഇന്ന് എനിക്ക് പ്രതിഫലം വരുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ ഈ ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും അവൻ പ്രതിഫലം തരുന്ന ഒരു ദൈവമാണെന്ന് ഇന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ വിളിച്ചോരാ. ഇന്ന് പകല് ഞങ്ങൾ വിശ്വസിക്കുക, ആമേൻ, ഞങ്ങൾക്കൊരു പ്രതിഫലം, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. ഞങ്ങൾ ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചതിനൊരു പ്രതിഫലമുണ്ട്. ഞങ്ങൾക്കൊരു നല്ല കർത്താവുണ്ട്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ ആമേ പ്രതിഫലം. ആമേ ആമേ. അപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് വെച്ചു, ദൈവ ശബ്ദം കേൾക്കണം, ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കണം. നിങ്ങളകത്ത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. പ്രതിഫലം തരുന്ന ദൈവം എന്ന് പറയും. രണ്ട് പ്രതിഫലം ഞാൻ കൊണ്ടുവന്നു. പഴയ നിയമത്തിൽ ദാവീദിന് ലഭിക്കപ്പെട്ട ഈ ഭൂമിയിലെ പ്രതിഫലവും യേശു കർത്താവ് പറഞ്ഞ രണ്ട് പ്രതിഫലങ്ങളെ കൊണ്ടുവന്നു. അമ്മ പൗലോസ് പറഞ്ഞ എൻ്റെ ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് സ്വർഗത്തിൽ. കാരണം ഈ ഭൂമിയിലെ മുഴുവൻ നന്മയും ചപ്പന്ന് എണ്ണിയ പൗലോസ് ഇറങ്ങിയത്. എനിക്കൊരു നീതിയുടെ കിരീടം അവിടെ ഉണ്ട് എന്ന് അത് എൻ്റെ കർത്താവ് ഇന്ന് മേടിക്കും. പക്ഷെങ്കിൽ എങ്ങനെ ആയിരിക്കണം ദൈവസന്നിധി നിൽക്കുന്നത്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 13 വാക്യം. എങ്ങനെ നമുക്ക് ലഭിക്കപ്പെടാം? വായിക്കാമോ? 29:13. നിങ്ങൾ എന്നെ അന്വേഷിക്കും. കണ്ടോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയം. കണ്ടോ? പ്രതിഫലം വരണമെങ്കിൽ വല്ലപ്പോഴും ദൈവത്തെ അന്വേഷിച്ചാൽ 25-30 വർഷമായാൽ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. പലരും പറയുന്നുണ്ട് 25 വർഷം. പണ്ടൊരാൾ പറഞ്ഞു 30 വർഷമായിട്ടൊരു നന്മ കണ്ടിട്ടില്ല, ഇവിടെ വന്നേ പിന്നെ നന്മ കണ്ടെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവ പറയുക. ഞാൻ നിനക്ക് പ്രതിഫലം തരുന്ന ദിവസം. പക്ഷെ എങ്ങനെ വരണം? പൂർണ്ണ ഹൃദയത്തോടെ വരണം. എപ്പം വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് മക്കൾ ഇറങ്ങി അവിടെ സൈഡിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങുന്നെങ്കിൽ ഇച്ചിരി ബന്ധപ്പെടണം. ഈ ഇറങ്ങണമെങ്കിൽ സക്കായി മരത്തിലിരിക്കുവാണേ, കാട്ടത്തിയിലിരിക്കുക. ഈ കാട്ടത്തിയുടെ ചുവട്ടിൽ ആര് വന്നു? യേശു കർത്താവ് വന്നു. യേശു കർത്താവ് പറഞ്ഞു, സക്കായിയെ നീ ഇറങ്ങി വാ, നിന്റെ ഭവനത്തിൽ ആര് വസിക്കാൻ ആഗ്രഹിക്കുന്നു? ഞാൻ വസിക്കാം. അവിടെ ഒരു വാക്ക് കിടപ്പുണ്ടേ. സക്കായി ബന്ധപ്പെട്ടിറങ്ങി. കണ്ടോ? യേശു കർത്താവ് നിന്റെ കൂടെ വസിക്കണമെങ്കിൽ ഇച്ചിരി ബന്ധപ്പെടലൊക്കെ വരണം. നീ ഒരു അനുഗ്രഹമായി, നിന്റെ തലമുറ ഒരു അനുഗ്രഹമായി. ഓ, കർത്താവിന്റെ വരവിൽ നീ കാണണമെങ്കിൽ ചില ബന്ധപ്പാടുകൾ സഹിക്കണം. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ ആരെ അനുഗമിക്കണം? യേശു പറയുന്നു, ദൈവം പറയുന്നു. ദൈവത്തെ അനുഗമിക്കുന്നവൻ എങ്ങനെ അനുഗമിക്കണം?
പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും വേണം ആരാധിക്കാൻ, അവനെ മഹത്വപ്പെടുത്തി വരാൻ. അനുഗ്രഹം വേണോ? ഞാൻ എപ്പോഴും പറയും, നമ്മൾ വല്ലപ്പോഴും വന്ന് ദൈവസന്നിധി നിന്നിട്ട് ഒരു പ്രതിഫലവും വരത്തില്ല. അത് നിങ്ങൾ എപ്പോഴേലും വന്നാൽ മതി. നിങ്ങളൊരു പ്രതിഫലം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കിട്ടുന്ന അവസരം മുഴുവൻ ദൈവത്തെ ആരാധിക്കണം. ചിലർ പറയും, ബ്രദറെ ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ വീട്ടിൽ ഭയങ്കര ആരാധനയാണ്. ഒരു പ്രയോജനവും ഇല്ല. അന്ന വീട്ടിൽ ഇരുന്ന് ആരാധിച്ചിട്ടും രക്ഷയില്ല എന്നിട്ടാ ആലയത്തിൽ വന്ന് ആരാധിച്ചത്. ദൈവം ചില ഉടമ്പടികൾ വെച്ചിട്ടുണ്ട്. ആ ഉടമ്പടിക്കകത്ത് ആര് കാണണം? നമ്മൾ കാണണം. ഇവിടെ പറയുന്ന വാക്കതാണ്. അമ്മി ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, 6-9. നന്മ ചെയ്യുകയിൽ നാം എന്ത് ചെയ്യരുത്? നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തക്ക സമയം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ബൈബിൾ പറയുക, എന്തുണ്ട് അതിന്റെ പുറകിൽ? ഒരു കൊയ്ത്ത് കിടപ്പുണ്ട്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിഞ്ഞോണം, നിന്റെ ചില പ്രവർത്തിക്ക് അപ്പുറം ഒരു വലിയ കൊയ്ത്ത് ദൈവം വീട്ടിലുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ചെയ്ത പ്രവർത്തിക്ക് അപ്പുറം ഒരു വലിയ കൊയ്ത്ത് നിനക്ക് നിന്റെ തലമുറയ്ക്കും ദൈവം തമ്പുരാൻ ഇന്ന് പകൽ അറിഞ്ഞോ. ഞാൻ ഓടിയത്, ഞാൻ അനുഭവിച്ച നിന്നയുടെ മുഴുവനും ദൈവം തമ്പുരാൻ എൻ്റെ തലമുറയ്ക്കകത്ത് കൊടുക്കുമെന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ നിൽക്കുന്നത്. അതിൽ ഞാൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനപ്പുറേ ഒരു പ്രതിഫലമുണ്ടെന്ന് തന്നെ കണ്ട ഞാൻ ആരാധിക്കുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇവിടെ പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തക്ക സമയത്ത് നാം കൊയ്യും. നമുക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിഫലം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ദൈവം ഒരു പ്രവൃത്തി ദൈവം ചെയ്യണമെന്ന് വരികിൽ ദൈവം, ഞാൻ പറയാം, ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവസന്നിധി വരുവാൻ. ഒന്ന്. രണ്ടാമത് പറയും, ദൈവം ഉണ്ടെന്നൊന്ന് വിശ്വസിക്കണം. 2, പ്രതിഫലം തരുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കണം. അപ്പൊ നമ്മുടെ ഓട്ടത്തിന് എന്തുണ്ട്? വേലക്കാരൻ എന്തുണ്ട്? കൂലിയോഗ്യന. നമ്മൾ മഴ നനഞ്ഞു പോയതും, നമ്മൾ വീടുകളിൽ കയറി ട്രാക്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഇറക്കി വിട്ടതും, എന്തെല്ലാം പ്രവർത്തികൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം എന്തുണ്ട്? പ്രതിഫലം വരും. ഇന്ന് പകൽ പറഞ്ഞ പ്രതിഫലം വരും. ഓടിയതിനൊക്കെ പ്രതിഫലം വരും. അമ്മേ, ഇന്ന് ഈ പുൽപ്പറ്റിനകത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ പുൽപ്പറ്റിനകത്ത് ഈ മൈക്കും പിടിച്ച് നിങ്ങളുടെ മുന്നേ നിൽക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു പരസ്യവും കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയ്ക്കകത്ത് ഒരു 10-40 സഹോദരന്മാർ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പല സ്ഥലങ്ങളിൽ ഞായറാഴ്ചകളിൽ വൈകിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. ഈ പരസ്യത്തിൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ഒത്തിരി പുറയിലോട്ട് മാറി നിൽക്കും. കാരണം ഇതിനേക്കാൾ വലിപ്പമുള്ള ബോക്സ് അവിടെയുണ്ട്. ഇതൊരു 3-ാം നിലയുടെ മണ്ടയിലാണ് ഇരിക്കുന്നത്. 3-ാം നിലയിൽ നിന്ന് ചുമന്നിറക്കി താഴെ കൊണ്ടുവരുന്നത് ഡ്യൂട്ടി എൻ്റെ ആയിരുന്നു. ഇതിൻ്റെ സ്റ്റാൻഡ് വെച്ച് തോളക്കേറ്റി ഇതേ പിടിപ്പിക്കുന്നത് ഞാനായിരുന്നു. മൈക്ക് പിടിച്ച് ഇവരുടെ കൈ കൊടുക്കുന്ന ജോലി എൻ്റേതായിരുന്നു. ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ അന്ന് ചെയ്തതിൻ്റെ പ്രതിഫലം ദൈവം തമ്പുരാൻ പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും മൈക്ക് പിടിച്ച് നിൽക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. ഇന്ന് പകൽ എത്ര പേര് പ്രതിഫലം, ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്ന പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അപ്പൊ ഈ 1 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുക. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്നെടുത്തേ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായി. നിങ്ങൾ ആരായിരിക്കണമെന്ന് പറഞ്ഞു? വിശ്വസ്തരായി. നിങ്ങൾ ആരുടെ ഗൃഹവിചാരകനാ? ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാരെ എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവസന്നിധിയിൽ ദൈവം ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുന്നവൻ. ഹലോ, നിങ്ങൾക്ക് എന്നാ സന്തോഷം വരാത്തേ? ദൈവം ഏൽപ്പിച്ച വേല എന്താണോ അത് വിശ്വസ്തയോടെ ചെയ്താൽ മാത്രമേ എനിക്ക് പ്രതിഫലമുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് നിങ്ങളെ മുഴുവൻ പറയും നിങ്ങൾ അമേരിക്കയിലും ലണ്ടനിലും പോകാൻ, നിസ്സാരമായിട്ട് പ്രസംഗിച്ച് ഭയങ്കര കയ്യടിയോടെ പോകും, എങ്ങും പോകത്തില്ല. ഇപ്പം ഞാൻ കയറി പറയാം, ഇപ്പം നാളെ പറയാമെന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കത്തില്ല. നിങ്ങളൊരു വിടുതലിലേക്ക് മാറത്തില്ല. പക്ഷെ വചനത്തിൻ്റെ
പൊരുള് തിരിച്ച് അകത്ത് കയറി, വിത്തകത്ത് കയറിയാൽ അത് മുളയ്ക്കപ്പെടും. ഞാൻ ഇത്രയും വാക്യമെടുത്ത് പ്രസംഗിക്കുന്നതിന് കാരണം അതാ. ഇതകത്ത് കയറണം, അത് വളരണം, അത് വിടുതലിലേക്ക് മാറണം. അപ്പൊ ദൈവം ഏൽപ്പിച്ച വേല എങ്ങനെ ചെയ്യാൻ പറഞ്ഞു? ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. ഇത് തപ്പു. ഈ ഒരു തപ്പല വിഷയം ഉണ്ടാകുന്നേ. കർത്താവ് പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഭരണിയിൽ ഒരു വിശ്വസ്തത കണ്ടോണേ. മറിയ പറയുക, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യണം. യേശു പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഭരണികളിൽ വെള്ളം നിറപ്പി എന്ന് പറഞ്ഞു. അവരെവിടം വരെ നിറച്ചെന്നൊരു വാക്ക് കിടപ്പുണ്ട്. വക്കോളം നിറച്ചു. ആരായതുകൊണ്ട്? വിശ്വസ്തരായതുകൊണ്ട്. ശകലം നിറച്ചിട്ട് പറയാം, എടാ കൊണ്ടേ അകത്തം കൊണ്ടേ വെച്ചേക്കാം എന്നാണ് അവർ പറഞ്ഞേ. വിശ്വസ്തര, നിന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ വക്കോളമെങ്കിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിന്റെ മേൽ വരും. നീ വക്കോളം ചെയ്തിട്ടുണ്ടെങ്കിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിന്റെ ഭവനത്തിനകത്ത് വരും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാ? നിന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്ന ഇവിടെ പറയുന്ന വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് ഇങ്ങനെ പറയുന്നേ, ആമി ദൈവം ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ നിന്നെ ഏൽപ്പിച്ചതിന്റെ വിശ്വസ്തത നീ വെളിപ്പെടുത്തിയാൽ നിനക്കുള്ള പ്രതിഫലം സ്വർഗത്തിലെ ദൈവം തരും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നീ ഓടിയതോ നീ കർത്താവിന് വേണ്ടി നിന്നതോ ഒരിക്കലും നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടമായി പോകത്തില്ല. അത് ലാഭമായി മാറും. അത് ലാഭമായി മാറും. ഇന്ന് നീ കണ്ടില്ലെങ്കിൽ നാളെ നിന്റെ തലമുറയ്ക്കകത്തൂടെ അത് കാണുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, അബ്രഹാം വിതച്ച ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ കാലം പോലെ ഒരു കാലം ഇസ്ഹാക്കിന് വന്നപ്പോ ഇസ്ഹാക്ക് വിതച്ചു. വചനം പറയുക, ഇസ്ഹാക്ക് വിതച്ചു. അത് 100 മേനിയാക്കി ദൈവം കൊടുത്തെങ്കിൽ നിന്റെ തലമുറ 100 മേനിയാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ പ്രതിഫലം നോക്കിയാൽ ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്കകത്ത് ഒരു കൊയ്ത്ത് ദൈവം തമ്പുരാൻ ഇടുമെങ്കിൽ, ഇന്ന് പകൽ നിന്റെ ഓട്ടം കറക്റ്റ് ആണെങ്കിൽ, നിന്റെ നിൽപ്പ് കറക്റ്റ് ആണെങ്കിൽ, നീ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ, നിന്റെ തലമുറയ്ക്കകത്ത്, ദേശത്തിനകത്ത്, തലമുറയ്ക്കകത്ത് ദൈവം ഒരു കൊയ്ത്തിനെ തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇബ്രായ ലേഖനക്കാരൻ പറയുന്നു, ദൈവവചനം പറയുകയാണ്, ലജ്ജ കൂടാതെ ദൈവം വിളിച്ചു പറയുക, ആമി സഹോദരന്മാരെന്ന്. അബ്രഹാം പറയുന്നു, ആമി ദൈവം പറയുക, ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാണ്, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. പ്രതിഫലം നോക്കിയാൽ അവരെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരില്ല. അവർ സകലവും വിട്ടെറിഞ്ഞ് ദൈവമുഖത്ത് നോക്കിയിറങ്ങിയെങ്കിൽ അവർക്ക് കൊടുത്ത പ്രതിഫലം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ആമി അബ്രഹാമിന് ഒരു പ്രതിഫലം കൊടുത്ത ദൈവം ഇന്നും രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാതിരിപ്പാൻ അവന്റെ ചെവി മന്ദമായിരുന്നിട്ടുമില്ല. വിശ്വാസത്തോടെ ഓടാൻ റെഡിയാണെങ്കിൽ, വിശ്വാസത്തോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തറിയോ, നിന്റെ തലമുറയ്ക്കകത്ത് വരുന്ന നന്മ ദേശക്കാർക്ക് അസൂയ തോന്നുന്ന പോലെ, ദേശക്കാർക്ക് അസൂയ തോന്നുന്ന പോലെ ദൈവം നിന്നെ മാനിച്ച ഉയർത്തുന്ന കാലം ദൂരമല്ല. അത് അത്ഭുതമായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. യേശു കർത്താവ് പിതാവിന് വിശ്വസ്തനായിരുന്നു, തന്റെ പുത്രൻ വിശ്വസ്തനായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചപ്പോൾ അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്നു പ്രാർത്ഥിക്കാനിരുന്നു. നിങ്ങൾ ഇന്ന് പകലറിയണം, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഏകനായി ദൈവസന്നിധിയിൽ
വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തിയത് പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നടക്കണം ദൈവസന്നിധി മുടങ്കാല് മടക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെങ്കിലും തെറ്റിപ്പറ്റിപ്പോണോ? ദാനിയേലിനെ നോക്കുമ്പോൾ ദാനിയേൽ ഇങ്ങനെ പറയുന്നു, ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് പറയും, എടുക്കണ്ട, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ദാനിയേൽ പറയുന്നു, യെരൂശലേമിന്റെ പാപത്തിന് വേണ്ടി, തൻ്റെ പാപത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചവൻ. അല്ലെങ്കിൽ ഇന്ന് പകലിൽ അറിയണം ദൈവസന്നിധിയിൽ കർത്താവ് ചെന്ന് മുഴങ്കാല് മടക്കി നിർജ്ജന പ്രദേശം എന്ന് യേശു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തോട് പ്രവർത്തിക്കുക, കർത്താവേ, നിന്റെ ഹിതം പോലെ എൻ്റെ മേൽ ഇറങ്ങണം, നിന്റെ ഇഷ്ടം പോലെ എൻ്റെ മേൽ വരണമെന്ന് പറയുന്നു. ഹല്ലേലൂയ. ആ യേശുവിന് അരികിലേക്ക് ശിമോനും അവന്റെ കൂട്ടാളികളും അവന്റെ പിന്നാലെ ചെന്നു. ഇന്ന് പകൽക്കാലം അറിയണം ദൈവസന്നിധി നിൽക്കുന്നവൻ ദൈവ ശബ്ദം കേൾക്കുന്നവനാകണം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അസ്ഥി താഴ്വരെ തമ്പുരാൻ നിർത്തിയാൽ അവിടെ ഒരു അത്ഭുതത്തെ കാണുന്നവനായി മാറണം. ഇന്ന് പകൽക്കാലം പ്രതികൂലത്തിനകത്ത് നിൽക്കുന്നവരുണ്ട്, ബന്ധനത്തിൽ നിൽക്കുന്നവരുണ്ട്, പിശാചിനാൽ പിടിക്കപ്പെട്ടവരുണ്ട്. അവരുടെ കെട്ടുകളെ അഴിപ്പാൻ ദൈവം നിന്റെ മേലെ ഒരു ശുശ്രൂഷയിട്ടെങ്കിൽ അത് മടക്കി വെച്ച് വീട്ടിയിരിക്കുവാനല്ല, ഇറങ്ങി പുറപ്പെടുവീന്ന് പറഞ്ഞെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നവരിൽ, ഇന്ന് പകൽ പ്രതിഫലം ആഗ്രഹിക്കുന്നവരിൽ, നിന്റെ ഭവനത്തിനകത്തൊരു നന്മ വെളിപ്പെടണമെന്ന് വരികിൽ, നീ ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്ന് വരികിൽ, ഇന്ന് പകൽ ഇറങ്ങി പുറപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിനെ ഏൽപ്പിച്ചത്, യേശുവിന്റെ മേൽ പിതാവ് ഇട്ടിരുന്ന ദൗത്യത്തെ യേശു ചെയ്തെടുത്തെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവെ വിളിച്ചു വരണം, എന്റെ മേലിട്ടിരിക്കുന്നത് ഹല്ലേലൂയ ആമേൻ അത്ഭുതങ്ങൾ. മനുഷ്യൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് വിശ്വസ്തനായിരിക്കണം. ആമേൻ. ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തനാണെന്ന് പറയുകയും ദൈവസഭയ്ക്കകത്ത് നിങ്ങൾ വിശ്വാസക്കേട് വന്നാൽ നിന്റെ ഉയർച്ച തടഞ്ഞു കളയപ്പെടും. ദൈവസന്നിധിയിൽ നിൽക്കുന്നവനൊരു വിശ്വസ്തത വേണം. ദൈവം ഏൽപ്പിച്ച വേല എന്താണോ അത് ചെയ്യുവാൻ. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങും, എനിക്ക് കിട്ടിയ ദൈവശബ്ദമാണ്, ഇടിവിൽ നിന്ന് നിന്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഇവിടെയാണെങ്കിലും ഏത് സ്റ്റേറ്റിൽ പോയാലും ആ സമയം ദൈവസന്നിധി മുഴങ്കാലും മടക്കി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ട്. എനിക്ക് ധൈര്യത്തോടെ പറയാം, ഇതിനകത്തിരുന്ന ഒരെണ്ണത്തെ പോലും തമ്പുരാൻ ഉടച്ചു കളയുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകുന്ന കണ്ടിട്ടില്ല. ശൂന്യതയ്ക്കകത്ത് വന്നവൻ കൊയ്ത്തോടെ ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ കുറ്റം പറയുന്നവരുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. പറയുന്നവർ പറയട്ടെ, നീ വന്ന വഴി ഓർത്താൽ ഈ സഭ വിട്ട് നീ പുറത്തു പോകത്തില്ലായിരുന്നു. നീ കരഞ്ഞുകൊണ്ട് ഇതിനകത്ത് കയറിയെങ്കിൽ നീ സന്തോഷത്തോടെ പോകാൻ. കാരണം 3 നേരം ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച വേല ഞാൻ വിശ്വസ്തയോടെ ചെയ്യുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സഭയോട് ഞാൻ വിളിച്ചു പറയാ, ഏൽപ്പിച്ചതിനെ ഗ്രഹവിചാരകന്മാർ വിശ്വസ്തയോടെ നിന്നാൽ നീ നിന്റെ തലമുറ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന? ഓട്ടക്കളത്തിൽ ഓടുന്ന വിശ്വസ്തനാണെങ്കിൽ അവന് 100 പേര് കൊയ്യാൻ കൊടുക്കുന്ന ഒരു നല്ല കർത്താവിനെ എത്ര ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ വിശ്വസിക്ക്, നിന്റെ വഴികളെ മാറി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ 2025 അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനകത്തൊരു പ്രവചനം ഞാൻ പറയാം. ചില ഉണങ്ങി വരണ്ടുപോയ ചില വൃക്ഷങ്ങൾ ഫലത്തിലേക്ക് വരാൻ പോകുക. ഫലത്തിൽ നിന്ന് ചില വൃക്ഷങ്ങൾ വേരോടെ ഉണങ്ങിപ്പോകുന്ന ഒരു കാലം വരും. ഉണങ്ങിപ്പോയത്, നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞത്, ഇനി നിന്റെ ഭവനം ഫലത്തിൽ വരത്തില്ലെന്ന് പറഞ്ഞത്, ആ ഭവനത്തിന്റെ ഫലത്തെ കണ്ട് അസൂയപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല. ദേശത്ത് നിനക്കൊരു അനുഗ്രഹം വരുമെന്ന് ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒരു ദൈവപ്രവൃത്തി വരാൻ പോകുക, ഒരു ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. 2025 അവസാനിക്കുന്നത് ഒരു അത്ഭുത സാക്ഷ്യത്തോടുകൂടി മാറ്റുവാൻ ദൈവ സർവശക്തനായ ദൈവമാണ്. ഞാൻ ഇന്നിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മുഴക്കത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. ഒരു വലിയ മുഴക്കത്തിന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അത് ദൈവത്താൽ സംഭവിക്കാൻ പോകുക. അത് ഏത് നിമിഷവും സംഭവിക്കാം, അത് ഏത് സെക്കൻഡിലും സംഭവിക്കാം. ഒരു മുഴക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യക്കകത്തൊരു മുഴക്കം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് സെക്കൻഡിലും സംഭവിക്കാൻ പോകുന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. പ്രതിഫലം വന്നു കഴിഞ്ഞു, ഒരു പ്രതിഫലം വന്നിട്ടുണ്ട്. അത് നിന്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സദൃശവാക്യം 18-16 വാക്യം പറയുന്നു, മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളാൽ ഇവിടെ പറയുന്നു. സദൃശവാക്യം 18-16 വാക്യം പറയുക. വായിച്ചു കിട്ടിയവര്. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ, കണ്ടോ,
മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. യോസഫിനെ നിങ്ങൾ നോക്കണം. ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നവൻ. ലോകം അവനെ നിന്ദിക്കപ്പെടുവാൻ തുടങ്ങി. പൊത്തിപ്പേറിന്റെ ഭവനത്തിനകത്തുനിന്ന് ഇറങ്ങി ഓടുമ്പോ ലോകം പറഞ്ഞു ചെയ്യാത്ത കുറ്റം അവന്റെ മേൽ ഏൽപ്പിക്കപ്പെടുമ്പോഴോ സ്വർഗം അവനെ കണ്ടോണ്ടായിരുന്നേ. നല്ല വസ്ത്രം ധരിച്ച് പൊത്തിപ്പേറിന്റെ വീട്ടിൽ സുന്ദരനെ പോലെ നിന്നവൻ കാരാഗ്രഹത്തിനകത്ത് ചെല്ലുമ്പോ ശരീരത്തിലെ തലമുടികൾ വളർന്നിറങ്ങി, അവന്റെ താടി രോമങ്ങൾ വളഞ്ഞിറങ്ങി, മുഴിഞ്ഞ വസ്ത്രം ധരിച്ച് അവൻ ഇരിക്കുന്നെങ്കിൽ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവ പ്രതിഫലവുമായി ഇറങ്ങി വന്നപ്പോ കാവൽക്കാർ അവന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിന്നെ രാജാവ് അന്വേഷിക്കുക, നിന്നെ രാജവസ്ത്രം ധരിപ്പിക്കാൻ പോകുക. അവനെ ക്ഷൗരം ചെയ്തെന്ന് വചനം പറയുന്നു. അവന്റെ താടി രോമങ്ങൾ വൃത്തിയാക്കി അവന് രാജാവിന്റെ യോഗ്യമായ വസ്ത്രം ചെയ്തു. മഹാന്മാരുടെ അരികിലേക്ക് അവനെ നടത്തിയെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നീ വിളിച്ചു പറഞ്ഞു, ഞാൻ ഓട്ടം ഓടുന്നുണ്ടെങ്കിൽ വിശ്വസ്തയോടെ ഓടിയെങ്കിൽ മഹാന്മാരുടെ മധ്യത്തിൽ വെച്ച് എന്നെ ആദരിക്കുന്ന, എന്നെ ഉയർത്തുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഇന്ന് കാണുന്നതിനപ്പുറം എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ അതുകൊണ്ട് പറയുന്നു, അവന് പ്രവേശനം കേട്ടോ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ അവനെ ഇടയാക്കും. നീ വിശ്വസ്തനാണോ? നീ ഇന്ന് ഗ്രഹവിചാരകൻ വിശ്വസ്തനാണെന്ന് ദൈവം പറയുന്നെങ്കിൽ നീ വിശ്വസ്തനാണോ? നിനക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ട്. അത് ഈ ആളുകളിൽ വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ വിളിച്ചു പറയാ, ഈ ഓട്ടക്കളത്തിൽ നീ ഒരു പരാജയമല്ല, ഈ ഓട്ടക്കളത്തിൽ നീ ഒരു ജയമാ. ഈ ഓട്ടക്കളത്തിൽ നീ വിശ്വസ്തയോടെ ഓടിയ, നീ നിൽക്കേണ്ട പോലെ നിന്ന, നീ നിന്റെ തലമുറ ഒരു അനുഗ്രഹമായി മാറും. എത്ര പേരാമേ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നത്? അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, എന്റെ ശക്തി കൊണ്ടോ എന്റെ ഭക്തി കൊണ്ടോ അല്ല ഇവനെ നടക്കുമാറാക്കുക, നസ്രനായ യേശുവിന്റെ നാമത്തിലാണെങ്കിൽ. ഇന്ന് പകല് നീ അറിഞ്ഞോ, നിനക്കായി ദൈവം ചില കരുതലുകളെ ഈ ദിവസം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്റെ ഇന്ന് പകൽക്കാലം വരെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ സൗന്ദര്യം കൊണ്ടോ, നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല ദൈവം വിളിക്കുന്നത്. ദൈവം ബോധിച്ചവനെ വിളിച്ചതാണെങ്കിൽ, ദൈവം ബോധിച്ചവന്റെ മേലെ ശുശ്രൂഷയിട്ടെങ്കിൽ അത് വിശ്വസ്തയോടെ ചെയ്യുക, അത് വിശ്വസ്തയോടെ ചെയ്യുക. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നു, യഹോവ അവനോട് നിന്റെ കയ്യിലിരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അത് നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിനെ പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. നിന്റെ കഴിവല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഇന്ന് പകൽക്കാലം നിന്റെ കഴിവ് വെളിപ്പെടുത്തുവാനല്ല, ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തുവാനാ. നിന്റെ കൈയുടെ ശക്തിയോ നിന്റെ വാക്കിന്റെ ചാതുര്യോ വെളിപ്പെടുത്തുവാനല്ല, ദൈവത്തിന് ചില പദ്ധതികൾ നിന്നിൽ കൂടെ ചെയ്യുവാനാ. നിന്ന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ നീ പ്രതിഫലത്തിലേക്ക് വരും. നീ നിന്ന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ നീ പ്രതിഫലത്തിലേക്ക് വരും. ദൈവം വിളിച്ച വിളിയെ തിരഞ്ഞെടുത്ത് അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാൽ നിനക്ക് വേണ്ട പ്രതിഫലം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി നൂലെ കെട്ടിയെങ്കിൽ നൂലെ കെട്ടി. നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതുവാതിലാണ് പുതുവാതിൽ. നീ ഇന്ന് ചിന്തിക്കാത്ത വാതിലുകളെ ദൈവം തമ്പുരാൻ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 10-ാമത്തെ വാക്യം പറയുന്നു, മോശ പറയുക, മോശ യഹോവയുടെ കർത്താവേ, ഞാൻ എന്തുള്ളവനാന്ന് പറയുക? വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും ഞാൻ തടിച്ച നാവുള്ളവനുമാകുന്നു. കണ്ടോ, അമ്മ നമ്മുടെ കഴിവാ പറയുന്നേ. കർത്താവേ, ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പോയിട്ടില്ല, പക്ഷെ അങ്ങയുടെ വിളിയെ ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് കഴിവില്ലാത്തവനാ, എനിക്ക് വിദ്യാഭ്യാസമില്ലാത്തവനാ, എനിക്ക് പറയാൻ ശ്രേഷ്ഠതകളൊന്നുമില്ലാത്തവൻ. ഞാൻ കുലത്തിൽ ഏറ്റവും ചെറിയ കുടുംബത്തിൽ ജനിച്ചവൻ. യേശുവിനെ കുറിച്ച് പറയുന്നു,
ഇവൻ തച്ചന്റെയും ആമീൻ മറിയയുടെ മകനായ തച്ചനല്ലയോ? ഇന്ന് പകൽ ദൈവത്തിന്റെ വിളിയെ നീ തിരിച്ചറിയണം. ആമി ദൈവത്തിന്റെ കോളിങ്ങിനെ നീ തിരിച്ചറിയണം. ഇവിടെ മോശ പറയുക, ദൈവത്തോട് പറയുക, ആമി അവന്റെ പോരായ്മ പറയാ. മോശ യഹോവയുടെ കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനും ഞാൻ വിക്കനും ഞാൻ തടിച്ച നാവുള്ളവൻ എന്ന് പറഞ്ഞു. അതിനെ അവനോട് മനുഷ്യന് വായ് കൊടുത്തതാർ അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും ഉടനെ ഉണ്ടാക്കിയതാർ ഞാൻ യഹോവയായ ഞാൻ തന്നെ അല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കും. എത്ര പേര് പറയുന്നുണ്ട്? നിന്റെ കഴിവും നിന്റെ പ്രാപ്തിയുമല്ല കുഞ്ഞെ, അസ്ഥിത്താഴവരെ തമ്പുരാൻ നിന്നെ നിർത്തിയത്. നിന്റെ സാമർത്ഥ്യമല്ല, നിനക്ക് കിട്ടിയ ഡിഗ്രി അല്ല, നിനക്ക് കിട്ടിയ ഒന്നുമല്ല. എന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്റെ കഴിവും പ്രാപ്തിയും വെളിപ്പെടുത്തുന്ന സ്ഥലമല്ല, എന്റെ ശക്തിയല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ ജ്ഞാനമല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരേണ്ട കൃപയാണ്. സ്വർഗത്തിൽ കൃപ എന്നിന്റെ മേൽ വന്ന നിന്നെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ നിന്നെ കരുണ ചെയ്ത നിന്നെ ദൈവം തമ്പുരാ ഉയർത്തി മാനിക്കുന്നവനാ. പത്രോസിനെ നോക്ക്, അവന്റെ വിദ്യാഭ്യാസം മീനെ പിടിച്ചവനാ, പക്ഷെ അവൻ പറഞ്ഞ വാക്കിനെ നോക്ക്. അവൻ ഇത് പകൽക്കാലം പറഞ്ഞ അവനെ വിളിച്ച ദൈവത്തെ നോക്ക്. അവൻ നിന്നെ വിളിച്ചവനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയാ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിളിച്ചത് അത്ഭുത പ്രകാശത്തിലേക്ക് എഴുതി വെച്ച ഒരുവനുണ്ടെങ്കിൽ അത് പത്രോസിന്റെ വിദ്യാഭ്യാസമല്ല, സ്വർഗത്തിന്റെ കൃപയാണെങ്കിൽ ഇന്ന് നിന്നെ കൊണ്ട് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാ. ഞാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാ. യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്നോടും വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം, നീ ഒന്നിനും പോകണ്ട. നീ മുട്ടുമടക്കി ഇരിക്കാൻ റെഡിയാണെങ്കിൽ, നീ നെടുമ്പാട് ദൈവസന്നിധിയിൽ നിൽക്കാൻ റെഡിയാണെങ്കിൽ, നീ കർത്താവിന്റെ അരികിൽ കരയാൻ റെഡിയാണെങ്കിൽ നിനക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് വരും. നിനക്കുള്ള സ്വർഗത്തിൽ നിന്ന് വരും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യ്. ഈ പകലി പരിശുദ്ധാത്മാവേ, ഓ റബൽ ഖനാദി അന്ധര, ഓ റബൽ ഹംദര, ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ. ഈ തടിച്ച നാവുള്ളവൻ, കഴിവില്ലെന്ന് ദൈവസന്നിധി പറഞ്ഞവന്റെ മുന്നിൽ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവം ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ആമേൻ. ഒരു കഴിവുമില്ലാത്തവനെന്ന് പറഞ്ഞവൻ ആമേൻ കൂടെ നിന്ന ജനം പോലെ തിരിച്ചു ചോദിച്ചപ്പോ ആർക്കും നിഷേധിക്കാൻ മേലാത്ത പോലെ അവന്റെ മുന്നിൽ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടെങ്കിൽ ഇന്ന് തമ്പുരാന്റെ വിളിക്കൊത്തവണ്ണം നിൽക്കാമെങ്കിൽ നിനക്കുള്ള പ്രതിഫലം ആമേ അടയാളമിട്ട് ദൈവം തമ്പുരാൻ തരും. ആമേ അടയാളമിട്ട് നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് അടയാളമിട്ട് ദൈവം തമ്പുരാൻ തരും. ഇന്ന് പകൽ അടയാളമിട്ട് തരുന്ന ഒരു ദൈവത്തെ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അടയാളമിട്ട് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. അടയാളമിട്ട് സാഹചര്യം നോക്കല്ല കേട്ടോ. സാഹചര്യം നോക്കി ദൈവത്തെ ആരാധിക്കല്ല, സാഹചര്യം നോക്കി ദൈവസന്നിധി വരരുത്. അവ ഇന്ന് പകൽക്കാലം സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോഴും അത് നിന്റെ മേലുള്ള ദൈവത്തിന്റെ കോളിങ്ങിനെ തിരിച്ചറിഞ്ഞ് സാഹചര്യം അവ പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവം നിന്നെ വിളിച്ചെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഇറങ്ങാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങിക്കേക്ക്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ദൈവത്തിന്റെ സന്നിധി വരുന്നതിന് പ്രതിഫലമുണ്ട് എന്ന് നീ തിരിച്ചറിയണം. ദൈവത്തെ വിശ്വസിക്കുന്നവന് പ്രതിഫലമുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നു? ഹല്ലേലൂയ. അടയപ്പെട്ട വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കണമെങ്കിൽ ദൈവസന്നിധി വിശ്വസ്തയോടെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന് 28-ാം അധ്യായത്തിൽ പടകിലിരിക്കുന്ന ഉടനെ 27-ാം വാക്യം പറയുക, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന്. പ്രതികൂലത്തെ കണ്ടല്ല ദൈവസന്നിധിയിൽ ഇറങ്ങേണ്ടത്. നിന്റെ സന്നിധി നിൽക്കുന്ന പ്രതികൂലമായിരിക്കും. നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നിന്റെ മേൽ പുതപ്പ് പോലെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ പുതപ്പിനെയും പറയുന്നവനെ കാണുവാനല്ല,
അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയണം. നിനക്കെതിരായും നിന്റെ നാവിനെതിരായും നിന്റെ തലമുറയ്ക്കെതിരായി പറഞ്ഞ പലരുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ അവരുടെ മേൽ വിടുതൽ ഉണ്ടാകുള്ളൂ. നീ വിളിച്ചു പറ, നിന്നെ നിന്ദിച്ചവനെ നീ കൈവെക്കാതെ വിടുതൽ കൊടുക്കല്ല. ആമേ. യേശു പറഞ്ഞു, ഭൂമി കെട്ടുന്നൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നൊക്കെ സ്വർഗത്തിൽ ചെയ്യപ്പെടും. ഇന്ന് പകൽ അറിയണം, ആമേ, നീ കാഴ്ചക്കാരനല്ല, ദൈവം നിന്നോട് കൂടെ ഇരിക്കുകയാ. ദൈവം നിന്നോട് കൂടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് ചിലതിനെ കുടഞ്ഞു കളയുന്ന അധികാരം നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വരണം. നിന്നെ നിന്ദിച്ചവർ കാണാം, നിന്നെ പരിഹസിച്ചവർ കാണാം, നീ കരഞ്ഞു നടന്ന നാൾ കാണാം. ഇനി ആ നാളിലല്ല ഇരിക്കേണ്ടതാ. ഏലിയാവ് എഴുന്നേറ്റ പോലെ, ഏലിയാവ് എഴുന്നേറ്റ പോലെ, പത്രോസ് എഴുന്നേറ്റ പോലെ നീ ഇന്ന് പകൽ എഴുന്നേൽക്കുന്നവനായി മാറണം. ഇന്ന് പകൽക്കാലമാണ്. നിന്നെ നിന്ദിച്ചവൻ നിന്റെ അരികിൽ വരുന്ന കാലം വിദൂരമല്ല. നിന്നെ പരിഹസിച്ചവൻ നിന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്ന കാലം വിദൂരമല്ല. ഇന്ന് എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? നിന്നെ പരിഹസിച്ചവരെ, നിന്നെ നിന്ദിച്ചവരെ നിന്റെ അടുക്കൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്ദിച്ചവരെ, പരിഹസിച്ചവരുടെ മുന്നിൽ മാനിച്ചു നിർത്തുന്ന ഒരു സ്വർഗ്ഗത്തിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചതാണെങ്കിൽ ഞാൻ അവനുള്ളവനാ, ഞാൻ അവനുള്ളവനാ, ഞാൻ അവനുള്ളവനാ. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, വിശ്വാസത്തോടെ വിളിച്ചു പറയണം. അവരെ ഞാൻ വിശ്വസിക്കുന്നത്. പ്രതിഫലം എനിക്കുണ്ട്, പ്രതിഫലം എനിക്കുണ്ട്, പ്രതിഫലം എനിക്കുണ്ട്. പ്രതികൂലത്തെ കാണാതെ, പ്രതിസന്ധിയെ കാണാതെ അവനെ സ്തോത്രം ചെയ്യുന്ന പോലിൽ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ദൈവത്തോട് പറയും, കർത്താവേ, ഞാനൊന്ന് ഇറങ്ങി വരട്ടെ. ഒരു പ്രതികൂലത്തെ നിൽക്കുക, ഞാനൊരു സങ്കടത്തെ നിൽക്കുക, ഞാനൊരു കണ്ണുനീര് നിൽക്കുക. വഴികളൊന്നും എൻ്റെ മുന്നിലില്ല. ഹല്ലേലൂയ. ഇന്ന് പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു ദൈവശബ്ദം നിന്റെ കാതുകളിൽ മേൽ മുഴങ്ങും. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലെ ദൈവത്തോട് ചോദിക്കുക, അവൻ കടലിന്റെ മീതെ നിൽക്കുന്ന യേശുവിനോട് ചോദിക്കുക, ഞാനും വരട്ടെ. ഇന്ന് എത്ര പേർ ആമീൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്? കർത്താവേ, ഞാനും നിന്റെ അരികിലേക്കൊന്ന് വരട്ടെ, ഞാനും നിന്റെ അരികിലേക്കൊന്ന് വരട്ടെ. സ്വർഗം നിന്നോട് പറയാം, വരിക എന്നവൻ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു. ആ ശബ്ദം കേൾക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇറങ്ങി പുറപ്പെട്ടവരോട് ഞാൻ പറയാ, ദൈവസന്നിധി ഗ്രഹവിചാരകന്മാരോട് ചോദിക്കുക, നീ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തിയ, നീ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തിയ നിനക്കുള്ള പ്രതിഫലം വരാൻ പോകുക. നിന്റെ തലമുറയ്ക്കുള്ള പ്രതിഫലം വരാൻ പോകുക. നിനക്കൊരു അത്ഭുതത്തിലേക്ക് വരാൻ പോകുക. ഇന്ന് പകൽ ഏറ്റെടുത്തു, ഏറ്റെടുത്തു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഭ. റീവൽ അന്തര, റീവൽ ഖലാദി അന്തര. ദൈവസന്നിധി നിന്നവൻ, ദൈവസന്നിധി നിൽക്കുന്നവൻ, ദൈവത്തോടു കൂടി നടക്കുന്നവൻ ഇന്ന് പകൽക്കാലം ഞാൻ ഗ്രഹവിചാരകനാണെങ്കിൽ ദൈവസന്നിധി ഞാൻ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുക? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വചനോട് അവസാനിപ്പിക്കുക. നിങ്ങളുടെ അകത്ത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നല്ല. ദൈവത്തിൻ്റെ അരികിൽ വരുന്നവൻ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. പ്രതിഫലം തരുന്നൊരു ദൈവം എനിക്കുണ്ട്. ആമേ. ഈ രാത്രിയും പകൽ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ വിശ്വസ്തരാകണം, നിങ്ങൾ വിശ്വസ്തരാകണം. ലഭിക്കപ്പെട്ട നന്മയെ മറന്നു പോകല്ലേ, ലഭിക്കപ്പെട്ട നന്മയെ മറന്നു പോകരുത്. ഇടയ്ക്കൊക്കെ തിരിഞ്ഞിങ്ങനെ നോക്കിക്കോണം. വീടിനകത്തോട്ടൊക്കെ ദൈവം തന്ന പ്രതിഫലം. ഹല്ലേലൂയ. അമ്മേ, നിന്റെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ തലമുറ ഉണ്ടാകത്തില്ലെന്നായിരിക്കും. എന്നിട്ട് നോക്കണം വീടിനകത്തിരിക്കുന്ന കുഞ്ഞിനെ ഇതാരാ തന്നെന്ന്. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. ബാങ്കുകാർ മുഴുവൻ കയറി ഇറങ്ങിയപ്പോഴും ആമേ സ്വർഗ്ഗം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തെങ്കിൽ ഇതാരാ ചെയ്തെന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയും, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ. ഇന്ന് പകൽക്കാലം ദൈവത്തെ വിശ്വാസം കൂടാതെ ആരെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ അരികിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു. ഞാൻ പറഞ്ഞ ആ 40 ദിവസക്കാലം ഇരിക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചക്കുള്ള ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ്, പ്രതിഫലം തരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ.
ചില വിഷയങ്ങളുടെ മുകളിൽ ഒത്തിരി ഭാരപ്പെട്ടിരിക്കാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് പ്രാർത്ഥിക്കുന്ന 40 ദിവസം ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടി വന്നു. ഒരുപാട് തുടക്കത്തിൽ ഒത്തിരി പേര് ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഇവരെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് വന്നപ്പോൾ എന്നാൽ കർത്താവ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം അത് വളരെ സൗമ്യമാക്കി തന്നു. കുറച്ച് പേരെ കൊണ്ട് ദൈവം തമ്പുരാൻ കാര്യങ്ങളിലേക്ക് നീങ്ങി. എല്ലാറ്റിനും ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അപ്പോൾ അതിനെ ഒന്ന് വെളിപ്പെട്ട് ദൈവം പറയുവാനൊക്കെ ആയിട്ട് അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുവാനൊക്കെ ഇരുന്ന് വന്നാൽ ഞാൻ ഈ കണ്ടമാനം എൻ്റെ ശരീരം ഹീറ്റാവുക ചെയ്യും. കാരണം ഭക്ഷണത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഒരു പ്രതിസന്ധി വന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊരു അസ്വസ്ഥത എൻ്റെ ശരീരത്തിനകത്ത് മൊത്തം വന്നു. ഞാനിങ്ങനെ ഈ വായു കൂടെ നടന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ എനിക്ക് മാർക്കറ്റുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ ഈ എടുക്കുന്ന സാധനം ഇങ്ങനെ പഞ്ഞ് പോലെ പൊങ്ങിപ്പോരുന്ന പോലെ എനിക്ക് തോന്നൽ. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാല് ഉറയ്ക്കുന്നില്ല എന്നൊരു തോന്നൽ. 1-2 ദിവസം എനിക്കിങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുമ്പം കർത്താവ് പറഞ്ഞു, പ്രതിഫലം തരുന്ന ഒരു ദൈവം നിനക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രതിഫലം തരുന്നൊരു ദൈവം നിനക്ക് സ്വർഗത്തിലുണ്ട്. ഈ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിക്കും. എനിക്ക് വെട്ടുക്കിളിയും തുള്ളനും തിന്ന് മുടിച്ച കാലം പോലും ഞാൻ നിനക്ക് തരാൻ പോവാ മടക്കി. ആമേൻ. ഇന്ന് ഈ പകല് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം ഓരോന്നോരോന്നായി വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുക. എല്ലാറ്റിനും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവനേക്കാൾ വലിയവൻ ആരുമില്ല. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ അകത്ത് വിശ്വസിക്കണം. ദൈവസന്നിധി ഞാൻ എപ്പോഴും പറയുന്നു, ഒരു സഭയുടെ ഭാഗമാകുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ഭാഗമാകുക എന്നുള്ള. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവന് ഒരു നന്മയ്ക്കും ഒരു കുറവും വരുത്തത്തില്ല. ചേർന്ന് നടക്കുന്നവൻ അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ പകൽ നിങ്ങൾ അവനോട് ചേർന്ന് നടക്കുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? നിങ്ങളൊരു ഉടമ്പടി വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് നോക്കുക. ഈ നാളുകളിൽ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. നിങ്ങൾ ഒരു സാധാരണയിൽ നിന്ന് അസാധാരണയിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. ആദ്യം പ്രതിഫലം തരുന്നൊരു ദൈവത്തെ കണ്ടെത്തണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരെല്ലാം കണ്ണുകളെ നടച്ചെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊന്ന് ഇടപെടുവാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. അനേക സങ്കടങ്ങളിൽ കൂടെ കണ്ണുനീരിൽ കൂടെ ഒക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് പകലിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ ഇന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തറിയണം, ഈ തിരുവത്താഴ മേശ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുമ്പോഴും ഈ അപ്പം